നാളുകൾക്കു മുമ്പ് ദൈവത്തിന് ഒരു പ്രത്യേക പദ്ധതിയുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു ദൂതൻ സഖറിയാവിനോട് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നിനക്കൊരു മകൻ ജനിക്കും. അവൻ കർത്താവിനായി വഴിയെ ഒരുക്കും. സഖറിയാവ് അത്ഭുതപ്പെട്ടു. കാരണം അദ്ദേഹമേയും ഭാര്യ എലിസബത്തും വയസ്സായവരായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞതുപോലെ തന്നെ ഒരു കുഞ്ഞ് ജനിച്ചു. അവനെ യോഹന്നാൻ എന്നു പേരിട്ടു. യോഹന്നാൻ വളർന്നപ്പോൾ അവൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. അവൻ നഗരത്തിൽ താമസിച്ചില്ലാര. അവൻ മരുഭൂമിയിൽ താമസിച്ചു. ദൈവത്തോട് അടുത്ത് ജീവിച്ചു. അവൻ ലളിതമായ വസ്ത്രം ധരിച്ചു. ലളിതമായ ഭക്ഷണം കഴിച്ചു. പക്ഷേ അവന്റെ ഹൃദയം ദൈവസ്നേഹത്തോടെ നിറഞ്ഞിരുന്നു. ഒരു ദിവസം യോഹന്നാൻ ആളുകളോട് പറഞ്ഞു, ദൈവത്തിലേക്ക് തിരിച്ചുവരൂ, നല്ലവരാകൂ, ശരിയായ വഴിയിൽ നടക്കൂ. നിരവധി ആളുകൾ അവനെ കേൾക്കാൻ വന്നു. അവരുടെ ഹൃദയം സന്തോഷത്തോടെ നിറഞ്ഞു. പുതിയൊരു തുടക്കം ആഗ്രഹിച്ചു. അതുകൊണ്ട് യോഹന്നാൻ അവരെ നദിയിൽ സ്നാനം കഴിപ്പിച്ചു. ചപ്പാഗ്. ഒരാളിനു ശേഷം മറ്റൊരാൾ വെള്ളത്തിലേക്ക് ഇറങ്ങി. ഒരു ദിവസം വളരെ പ്രത്യേകമായ ഒരാൾ വന്നു. അവൻ യേശുവായിരുന്നു. യോഹന്നാൻ അത്ഭുതപ്പെട്ടു പറഞ്ഞു, ഞാൻ തന്നെയാണ് നിങ്ങളിൽ നിന്ന് സ്നാനം വാങ്ങേണ്ടത്. പക്ഷേ യേശു സ്നേഹത്തോടെ ചിരിച്ചു. അങ്ങനെ യോഹന്നാൻ യേശുവിനെ സ്നാനം കഴിപ്പിച്ചു. അപ്പോൾ അത്ഭുതകരമായ ഒരു സംഭവം നടന്നു. ആകാശം തുറന്നു. ഒരു പ്രാവ് താഴേക്ക് ഇറങ്ങി. ആകാശത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ. യോഹന്നാൻ അത് കണ്ടു വളരെ സന്തോഷിച്ചു. യോഹന്നാൻ ധൈര്യവാനായിരുന്നു. അവൻ എപ്പോഴും സത്യം പറഞ്ഞു. കഷ്ടസമയത്തിലും അവൻ ദൈവത്തിൽ വിശ്വാസം വെച്ചു. പ്രയാസങ്ങൾ വന്നപ്പോഴും അവൻ സമാധാനത്തോടെയും വിശ്വാസത്തോടെയും തുടർന്നു. ഇന്നും യോഹന്നാന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ധൈര്യത്തോടെ ഇരിക്കുക, ശരിയായത് ചെയ്യുക, പൂർണ്ണഹൃദയത്തോടെ ദൈവത്തെ പിന്തുടരുക. കാരണം ഒരു ചെറിയ ശബ്ദം പോലും വലിയ മാറ്റം വരുത്താം.